നമുക്കൊരു കഥയിലൂടെ നമ്മുടെ സൗഹൃദയാത്ര തുടരാം. ഒരിക്കൽ ഒരു ഭിക്ഷക്കാരൻ അയാൾ റെയിൽവേ സ്റ്റേഷനിൽ ഭിക്ഷ എടുത്തുകൊണ്ടിരിക്കുകയാണ്. എന്നും അത് അയാളുടെ പതിവാണ്. അങ്ങനെ ഇരുന്നപ്പോൾ അയാളുടെ മുന്നിലേക്ക് കോട്ടും സൂട്ടും ഒക്കെ ധരിച്ച് നീളമുള്ള ഒരു സമ്പന്നനായ മനുഷ്യൻ കടന്നു വന്നു. അയാൾ വിചാരിച്ചു, ഈ സമ്പന്നനായ മനുഷ്യൻ അയാളുടെ ഭിക്ഷ അയച്ചു ചിലപ്പോൾ എനിക്ക് കുറച്ചധികം ഇങ്ങനെ ചിന്തിച്ചുകൊണ്ട് അയാൾ ആ മനുഷ്യനോട് ഭിക്ഷയാചിക്കുന്നു. പക്ഷെ അയാൾ ഒന്നും നൽകിയില്ല. ഇത് കണ്ട ഭിക്ഷക്കാരൻ അയാളോട് പറഞ്ഞു, താങ്കൾ എനിക്ക് എന്തെങ്കിലും നൽകിയിട്ട് പോകണം. ആ ധനികനായ ആ മനുഷ്യൻ പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ എനിക്ക് തരാൻ എന്തുണ്ട്? ഞാൻ ഒരു വ്യവസായിയാണ്. എനിക്ക് എപ്പോഴും നൽകുക കൊടുക്കുക ഈ ഒരു പോളിസിയാണ്. നിങ്ങൾ എനിക്ക് എന്തെങ്കിലും നൽകിയാൽ പകരം ഞാൻ നിങ്ങൾക്ക് പണം നൽകും. ഇങ്ങനെ പറഞ്ഞ ശേഷം അയാൾ കടന്നു പോകുകയുണ്ടായി. ഭിക്ഷക്കാരൻ ചിന്തിച്ചുകൊണ്ടേയിരുന്നു ഈ പറഞ്ഞ വാക്കുകൾ. തൻ്റെ കയ്യിൽ എന്താണുള്ളത്? തൻ്റെ കയ്യിൽ താൻ ഒരു സാധാരണക്കാരനല്ലേ, ഒരു പാവപ്പെട്ട ഭിക്ഷക്കാരനല്ലേ, തൻ്റെ കയ്യിൽ ഒന്നുമില്ല. താൻ അയാൾക്ക് എന്ത് നൽകും? എന്ത് നൽകാനാണ്? ഇങ്ങനെ അയാൾ ചിന്തിച്ചുകൊണ്ടേയിരുന്നു. 2 ദിവസം അയാളുടെ മനസ്സിൽ ഈ ചിന്ത മാത്രമായിരുന്നു. പക്ഷെ അതിന് ഉത്തരം കണ്ടെത്താൻ അയാൾക്ക് സാധിച്ചില്ല. ഇങ്ങനെ 2 ദിവസം കഴിഞ്ഞപ്പോൾ അയാൾ തൻ്റെ മനസ്സിൽ ചിന്തിച്ചു, തനിക്ക് ഭിക്ഷയൊന്നും അധികം കിട്ടുന്നില്ലല്ലോ. ഒരുപക്ഷെ താൻ മറ്റൊരാൾക്കും ഒന്നും നൽകാത്തോണ്ടായിരിക്കും. എല്ലാവരുടെ കയ്യിൽ നിന്നും താൻ ഭിക്ഷ ചോദിക്കുമല്ലേ, പക്ഷെ ആർക്കും താൻ തിരിച്ചൊന്നും നൽകുന്നില്ലല്ലോ. എന്തെങ്കിലും ഒന്ന് കൊടുക്കണ്ടേ ഭിക്ഷ തരുന്നവർക്ക്? എന്താണ് നൽകുക? ഞാനൊരു സാധാരണക്കാരനല്ലേ, എന്ത് നൽകാൻ സാധിക്കും? ഈ ചിന്ത ഇങ്ങനെ അയാളുടെ മനസ്സിനെ വല്ലാതെ വ്യാകുലപ്പെടുത്തിയപ്പോൾ അയാൾ ചുറ്റും ഒന്ന് കണ്ണോടിച്ചു. കുറേ പൂക്കൾ, റെയിൽവേ സ്റ്റേഷന്റെ പുറത്തായി കുറേ അധികം പൂക്കൾ നിൽക്കുന്നത് അയാൾ കണ്ടു. അയാളുടെ മനസ്സിലേക്ക് പെട്ടെന്നൊരു ചിന്ത വന്നു, എന്തുകൊണ്ട് തനിക്ക് ഭിക്ഷ തരുന്നവർക്ക് ഓരോ പൂക്കൾ തിരിഞ്ഞ് നൽകിക്കൂടാ? അയാൾ പെട്ടെന്ന് ഓടിച്ചെന്ന് ആ നിന്ന പൂക്കളെല്ലാം ശേഖരിക്കുകയുണ്ടായി. അതെല്ലാം കൊണ്ടുവന്ന് അയാൾ ട്രെയിനിൽ കയറിയപ്പോൾ തനിക്ക് ഭിക്ഷ തന്ന ആളുകളുടെ കയ്യിലേക്ക് ഓരോ പൂക്കളായി നൽകിക്കൊണ്ടിരുന്നു. അയാൾക്കന്ന് ഒരുപാട് ഭിക്ഷ ലഭിക്കുകയുണ്ടായി. സന്തോഷമാവുകയും ചെയ്തു. ആളുകൾക്കും സന്തോഷം. തങ്ങളുടെ കയ്യിലേക്ക് ഓരോ പൂക്കൾ കിട്ടുമ്പോൾ അവർക്കെല്ലാം മുഖത്ത് സന്തോഷമായിരുന്നു. ഇങ്ങനെ ദിവസങ്ങൾ കഴിഞ്ഞു. വീണ്ടും ഒരു ദിവസം അയാളെ ധനികനായ മനുഷ്യനെ ട്രെയിനിൽ വെച്ച് കാണാനിടയായി. അപ്പോൾ അയാൾ ഭിക്ഷക്കാരൻ പറഞ്ഞു, ഇന്ന് എൻ്റെ കയ്യിൽ പൂക്കളുണ്ട്, താങ്കൾ എനിക്ക് ഭിക്ഷ തരുമോ? ഇത് കേട്ടപ്പോൾ ആ മനുഷ്യൻ ഒന്ന് പുഞ്ചിരിച്ചുകൊണ്ട് ഒരു പൂക്കൾ വാങ്ങി പകരം പണം നൽകുകയുണ്ടായി. എന്നിട്ട് പറഞ്ഞു, താങ്കൾ ഒരു വ്യാപാരിയായി മാറിയല്ലോ. അതിനുശേഷം അയാൾ കടന്നു പോവുകയും ചെയ്തു. ഇത് കേട്ട ഭിക്ഷക്കാരൻ അയാളുടെ മനസ്സിലേക്ക് വല്ലാതെ പ്രകമ്പനം കൊണ്ട്, ഞാൻ ഒരു വ്യാപാരിയായിരുന്നു, എന്താണ് ഈ മനുഷ്യൻ പറഞ്ഞത്? അയാളുടെ മനസ്സ് വല്ലാതെ സന്തോഷം കൊണ്ട് നിറഞ്ഞു. കുറച്ചു നേരം കഴിഞ്ഞ 2-3 ദിവസങ്ങൾ അയാളൊന്ന് ചിന്തിച്ചെടുക്കാൻ സാധിച്ചു. ഇതുവരെ അയാളുടെ ചിന്ത അയാൾ ഭിക്ഷ യാചിക്കുകയായിരുന്നു എന്നുമായിരുന്നു, പകരം വെറുതെ പൂക്കൾ നൽകുന്നു എന്നുമായിരുന്നു. പക്ഷെ ഈ നിമിഷം അയാൾക്ക് തോന്നി, താനൊരു വ്യാപാരിയല്ലേ, ഒരു ചെറിയ വ്യാപാരി. താൻ പൂക്കൾ കൊടുക്കുന്നതിന് പകരമായല്ലേ ആളുകൾ തനിക്ക് പണം നൽകുന്നത്, അല്ലാതെ ഭിക്ഷയല്ലല്ലോ, ഞാൻ ഭിക്ഷക്കാരനല്ലല്ലോ. ആ ഒരു കാഴ്ചപ്പാട് മാറ്റേണ്ടതുണ്ട്. ഞാൻ വ്യാപാരിയാണ്. അയാളുടെ മനസ്സ് ഇതിനല്ലാത്തൊരു സന്തോഷം. അയാൾ ഓർത്തു, കുറച്ച് ദിവസം കൊണ്ട് എനിക്ക് ധാരാളം പണം കിട്ടുന്നുണ്ട്, എന്തുകൊണ്ടാണ് ഇത് കിട്ടുന്നതെന്ന് താൻ ചിന്തിച്ചതേയില്ല. പക്ഷേ ആളുകൾ തനിക്ക് നൽകിയത് ഭിക്ഷയല്ല, താൻ നൽകിയ പൂക്കളുടെ വിലയായിരുന്നു. പൂക്കൾ അവസാനിക്കുമ്പോൾ തനിക്ക് പണം കിട്ടുന്നത് കുറഞ്ഞിരുന്നു. സത്യത്തിൽ താനൊരു വ്യാപാരിയല്ലേ, ഒരു ചെറിയ വ്യാപാരി. ഞാനൊരു ഭിക്ഷക്കാരനല്ല, ഞാനൊരു വ്യാപാരിയാണ് എന്ന് പറഞ്ഞ് തുള്ളിച്ചാടി. എൻ്റെ മനസ്സ് സന്തോഷം കൊണ്ട് ഏറ്റവും വല്ലാതെ പൊങ്ങിച്ചാടാൻ. ഇത് കണ്ട ചുറ്റുമുള്ള ആളുകൾ ഇയാൾക്ക് എന്താ വട്ടുപിടിച്ചു എന്നാലോചിച്ചു. അതിനുശേഷം ആ വ്യാപാരിയെ ആ റെയിൽവേ സ്റ്റേഷനിൽ ആരും കണ്ടിട്ടില്ല. അങ്ങനെ സമയം കടന്നു പോയിക്കൊണ്ടേയിരുന്നു. ഒരു 2 വർഷത്തിനപ്പുറം അതേ ട്രെയിനിൽ അന്ന് യാത്ര ചെയ്യുന്ന 2 ആളുകൾ കോട്ടൂർ. ആ 2 ആളുകളും പരസ്പരം തമ്മിൽ നോക്കുകയുണ്ടായി. അതിലൊരാൾ
മറ്റേ ആളോട് ചോദിച്ചു, താങ്കൾക്ക് എന്നെ ഓർമ്മയുണ്ടോ? മറ്റേ ആൾ പറഞ്ഞു, ഇല്ല, ഞാൻ ഇതിനു മുമ്പ് താങ്കളെ കണ്ടിട്ടില്ല, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. ഇത് കേട്ടു ആദ്യത്തെ ആൾ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇത് നമ്മുടെ മൂന്നാമത്തെ കാഴ്ചയാണ്, എനിക്ക് താങ്കളെ അറിയാം. മറ്റേയാൾ വല്ലാതെ അതിശയത്തോടെ നോക്കി. തന്റെ കൂട്ട് തന്നെ ഒരു വ്യാപാരി, ധനികനായ വ്യാപാരി, ഇദ്ദേഹത്തിന് ഞാൻ എവിടാണ് കണ്ടിട്ടുള്ളത്? അയാൾ പറഞ്ഞു, എനിക്ക് ഓർമ്മ കിട്ടുന്നില്ല. അപ്പോൾ ആദ്യത്തെ ആൾ പറഞ്ഞു, താങ്കളുടെ വാക്കുകൾ കൊണ്ട് എൻ്റെ മനസ്സിലേക്ക് പ്രചോദനം തീർത്ത വ്യക്തിയാണ് ഞാൻ. ആ പഴയ ഭിക്ഷക്കാരനാണ്. താങ്കളുടെ വാക്കുകൾ ആദ്യത്തെ കാഴ്ചയിൽ നമ്മൾ 3 തവണ കണ്ടിട്ടുണ്ട്. ആദ്യത്തെ കാഴ്ചയിൽ താങ്കൾ എനിക്ക് ഞാൻ ആരാണെന്നുള്ള ഒരു ധാരണ. എപ്പോഴും നൽകുക വാങ്ങുക എന്നൊരു പോളിസി താങ്കൾ എന്നെ പഠിപ്പിച്ചു. ജീവിതം ആവശ്യപ്പെടുന്നതും അങ്ങനെയാണ്. ഒരാളുടെ മുന്നിലേക്ക് വെറുതെ കഴിഞ്ഞിട്ടാണ് എന്തെങ്കിലും കൊടുത്തുകൊണ്ട് എന്തെങ്കിലും വാങ്ങുക. അതാണ് വിജയമെന്ന് താങ്കൾ എന്നെ പഠിപ്പിച്ചു. അതിനുശേഷം ഞാൻ പൂക്കൾ വിറ്റ് ശിക്ഷയായിട്ടാണ് പൈസ കിട്ടുന്നതെന്ന് ചിന്തിച്ചപ്പോൾ താങ്കൾ 2ാമത്തെ പ്രാവശ്യം കണ്ട സമയം എനിക്കൊന്ന് ഉപദേശം എന്നെ ഒരു വ്യാപാരിയാക്കി മാറ്റി. താങ്കളുടെ വാക്കുകൾ എന്നിലേക്ക് തീപ്പൊരി പോലെയാണ് പെയ്തിറങ്ങിയത്. അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഞാൻ ആരാണെന്ന്. 3ാമത്തെ കാഴ്ച, ഞാൻ ഒരു വ്യാപാരിയാണ്, ഇന്ന് ധനികനായ ഒരു വ്യാപാരി. ഞാൻ എൻ്റെ പൂക്കളുടെ കച്ചവടം കൊണ്ട് ഒരുപാട് ധനം സമ്പാദിച്ചിരിക്കുന്നു. നിങ്ങളോട് നന്ദിയുണ്ട്. ജീവിതത്തിൽ ദൈവം ഒരിക്കലും നമ്മുടെ നേരെ പ്രത്യക്ഷപ്പെടാറില്ല. പക്ഷേ കടന്നു പോകുന്ന മനുഷ്യരുടെ വാക്കുകളിൽ ഒക്കെ നമുക്ക് വേണ്ട സന്ദേശങ്ങളുണ്ടാകും. ആരെങ്കിലുമൊക്കെ നമുക്ക് പോകേണ്ട വഴി, അതിൻ്റെ വെളിച്ചം നമുക്കായി നൽകി പോകും. ഇങ്ങനെ അവർ 2 പേരും ട്രെയിൻ നിർത്തി തങ്ങളുടേതായ വഴിക്ക് കടന്നു പോകുകയുണ്ട്. എപ്പോഴും ഓർക്കുക, നമ്മുടെ ജീവിതത്തിൽ നാം കണ്ടുപോകുന്ന ആളുകൾ, നാം കണ്ടുപോകുന്ന നിമിഷങ്ങൾ, അവരിൽ ഏതെങ്കിലും ഒന്ന് നമുക്ക് ദൈവമായി പറഞ്ഞിട്ട വാക്കുകളോ സാഹചര്യങ്ങളോ ഒക്കെ. പക്ഷേ നാം നമ്മുടെ കാഴ്ചപ്പാടുകൾ അതിലെന്താണ് നമുക്ക് വേണ്ടത് എന്ന് ചിന്തിക്കാൻ കേൾക്കാൻ പാടില്ല. നാം അത് മനസ്സിലേക്ക് വേറെ രീതിയിൽ ഏറ്റെടുക്കുന്നത് കൊണ്ടാണ് നമുക്കെല്ലാം മോശമായിട്ട് ഓർക്കുക. കാഴ്ചപ്പാടുകൾ പലതാകാം, പക്ഷേ നമ്മളുടെ ജീവിതത്തിലേക്ക് നമുക്കിഷ്ടമുള്ള രീതിയിൽ നമ്മൾ തിരഞ്ഞെടുത്താൽ ചിലപ്പോൾ ചീത്തയായിട്ടുള്ള വാക്കുകൾ പോലും നമുക്കൊരു ദിവസം ഒരു നേരം വഴികാട്ടിയായിരിക്കും. എല്ലാവർക്കും സ്നേഹത്തോടെ ശുഭദിനം. എന്നും ഇങ്ങനെ ഈ രാവിലെകളിലുള്ള ലൈവ് അത് ആളുകളൊക്കെ ഉണ്ടെങ്കിൽ തുടരണമെന്നും പിന്നീട് യോഗ, മെഡിറ്റേഷൻ, സൂര്യനമസ്കാരമൊക്കെ ഇതിൻ്റെ ഭാഗമാക്കണമെന്നും എൻ്റെ ഒരു ആഗ്രഹമാണ്. ചെറിയൊരു പ്രയത്നം. നിങ്ങളെല്ലാവരും അതിനൊപ്പം നിൽക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവരും ഒപ്പമുണ്ടാകണം. നിങ്ങൾ തന്ന എല്ലാ സപ്പോർട്ടിനും ഹൃദയത്തിൻ്റെ ഭാഷയിൽ എല്ലാവർക്കും സ്നേഹം.